ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ് പെരിഞ്ജീരകം. നമ്മൾ ഉച്ചയൂണിന് ശേഷം പെരിഞ്ജീരകം വായിലിട്ട് ചവയ്ക്കുന്നത് വായിക്കൊരു ഉന്മേഷം തരികയും ചെയ്യും. അത് മാത്രമല്ല, മറ്റൊരുപാട് ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട്. ഇപ്പൊ തിളപ്പിച്ച ജീരകവെള്ളം കുടിക്കുന്നതൊക്കെ പണ്ട് കാലം മുതലുള്ള ഒരു ശീലമായിരുന്നു. ദാഹശമനിയായി കുടിക്കാൻ നൽകിയിരുന്നത് ഈ വെള്ളമായിരുന്നു. എന്നാൽ പിന്നീട് കാലക്രമേണ ജീരകവെള്ളം ഉപയോഗിക്കുന്നത് കുറഞ്ഞു വന്നു. പതിമുഖം ഉൾപ്പെടെയുള്ള വിവിധ ബ്രാൻഡുകളിലുള്ള ദാഹശമനികളാണ് നമുക്കിപ്പോൾ വിപണിയിൽ കൂടുതലായിട്ടുള്ളത്. എന്നാൽ വൈറ്റമിനുകളും മിനറലുകളും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഉന്മേഷം വായിലിങ്ങനെ ഇട്ട് ചവയ്ക്കുമ്പം ഉന്മേഷം നൽകും. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. നമ്മളുടെ അമിത വിശപ്പ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ അമിത വിശപ്പ് നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് പെരിഞ്ജീരകം. ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് വെറുതെ എന്തെങ്കിലും ഒന്ന് ചവയ്ക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇച്ചിരി പെരിഞ്ജീരകം എടുത്ത് വായിലിട്ടൊന്ന് ചവച്ചു നോക്കൂ. ഒരു സ്പൂൺ പെരിഞ്ജീരകത്തിൽ 20 കലോറിയും 1 ഗ്രാം പ്രോട്ടീനും 2 ഗ്രാം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു കാര്യമാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇവ നമ്മുടെ ഭക്ഷണത്തിനകത്ത് നമുക്ക് പലതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നിടത്തൊക്കെ പെരിഞ്ജീരകം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.